മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? കരുതും നമുക്കവൻ വേണ്ടതെല്ലാം. തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ വലിയൊരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അതാർക്കും അടച്ചുകൂടാ. ആമേൻ. ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പല വാതിലുകളും അടയുമ്പോൾ, പല സാഹചര്യങ്ങളിലും നമ്മൾ പ്രതികൂലങ്ങളിലായി പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമുക്കാരുമില്ല എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, കർത്താവ് യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ആ വാതിലിനൊരു പ്രത്യേകതയുണ്ട്, അതാർക്കും അടച്ചുകൂടാ. ആ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഐശ്വര്യം അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ, ക്രിയ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ മക്കളായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാം. യേശുവിനായി ജീവിക്കുമ്പോൾ ജയകരമായ ജീവിതം നമുക്ക് ലഭിക്കും. ജയാളിയായി നമുക്ക് ക്രിസ്തുവിനോടുകൂടി ഭൂമിയിൽ ജീവിക്കാൻ, നിത്യതയിലും യേശുവിനോടൊപ്പം നമുക്കായിരിക്കാം. എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. എല്ലാ മുഖങ്ങളിലും സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പന്നതയും എല്ലാം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.